ആ നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നേ തൃശ്ശൂർ ജില്ലയിൽ ചിറാപ്പിന്നി ചാമക്കല കരിമ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ചാമക്കല കരിമ്പുറം. അപ്പോൾ അവിടെ ആദ്യം നമ്മളൊരു വീഡിയോ വിട്ടിരുന്നു. ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഒരു 802 സ്ക്വയർ ഫീറ്റ് അടിത്തറ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ തന്നെ മുന്നേ ഇട്ടുണ്ടായി. ഇന്നതിൻ്റെ മേൽത്തറ അതായത് ബേസ്മെൻറ്റിൻ്റെ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 9 പേരുണ്ടായി. ആദ്യത്തെ ദിവസം 10 ആളായിരുന്നു. ബാക്കി 3 ദിവസം 2 ദിവസം 9 പേരുണ്ടായി. ഇന്ന് 3-ാമത്തെ ദിവസം 6 പേര്. അങ്ങനെ ഇന്ന് 3-ാമത്തെ ദിവസം ഈ തറപണി ബേസ്മെൻറ്റ് 3 ദിവസം അവസാനിക്കുകയാണ്. ഇത് ഫുള്ള് യാടുകല്ലുകൊണ്ടാണ് പണിത്. യാടുകല്ലാണ്, മടക്കല്ലല്ല. മടക്കല്ലെന്ന് വെച്ചാൽ മടയിൽ നിന്ന് വരുമ്പോൾ നല്ല കല്ലുകൾ വരും, മീഡിയം സൈസ്. ഇത് വലിയ കല്ലുകളാണ്. അത് തല്ലി അടിച്ചു ഉടച്ചിട്ട് ചെയ്തതാണ്. ഇത് പൂർണ്ണമായിട്ടും അകവും പുറവും സിമെൻറ്റ് പണിതുള്ളതാണ്. ഈ പണി ബേസ്മെൻറ്റ് 1.5 അടി 45 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 46 സെൻറ്റിമീറ്റർ വീതിയാണ്. അപ്പോൾ ഇതിൽ സിമെൻറ്റ് പണിയാണെങ്കിൽ നമ്മൾ സിമെൻറ്റിൻ്റെ അളവ് കുറച്ച്, അതായത് അളവ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ 7 ചട്ടിക്ക് 1 ചട്ടി സിമെൻറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ പണിയുടെ ഉള്ളിൽ നമ്മൾ സിമെൻറ്റ് അമ്മമായി ഉപയോഗിക്കില്ല, കാരണം കല്ലുമായി ചേർന്ന് പിടിക്കാനാണ്. അപ്പോൾ ഇതൊരു 802 സ്ക്വയർ ഫീറ്റാണ്. പിന്നെ മേലെ 269, ടോട്ടൽ 1071-80 ഉള്ളൊരു വീടിൻ്റെ ചെറിയൊരു പ്ലാനാണത്. ആ പ്ലാനാണ് ഈ കാണുന്നത്. ഇന്ന് നമ്മൾ ഈ വർക്കുകൂടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പണി കഴിയുമ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. 5 ചട്ടിക്ക് 1 ചട്ടി സിമെൻറ്റ് ഇട്ടിട്ട് അടച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ഫിനിഷിങ് കുറവ് തോന്നും, കാരണം ഇത്തിരി മുഴുപ്പുണ്ട് എംസാൻഡിന്. അതായത് തേപ്പിൻ്റെ എംസാൻഡ് ഉപയോഗിക്കുക സാധാരണ. ഇത് ലേശം തരി ഉള്ളതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ലേശം ഫിനിഷിങ് കുറവ് തോന്നും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഓണർ ഒരു നമ്മളെ പോലെ തന്നെ ഒരു തൊഴിലാളിയാണ്. ആളൊരു കാർപ്പൻ്ററാണ്. ആളുകൂടി ഉണ്ട്, കാണാം നമുക്ക്. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഓണർ, സന്തോഷേട്ടൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത 2 മക്കളാണുള്ളത്. അപ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടിയും കൂടി അടുത്തൊരാൾക്കുള്ള സ്ഥലം മാറ്റിയിട്ടിട്ട് ഇദ്ദേഹം പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നൊരു തറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദിക്കാൻ നമ്മളെ വർക്കിൻ്റെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ ഒരു സാറുണ്ട്, സുജിത്ത് എന്നാണ് പേര്, അല്ല സുജിത്ത് സാറ്, ചന്ദ്രാപ്പിന്നി. അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ആളെ വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതും സുജിത് സാറിൻ്റെ പണിയിൽ കാർപ്പൻ്റർ, മരത്തിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ പണികൾ അദ്ദേഹം മുൻകൂട്ടി ആദ്യമേ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരും കൂടിയാണ് ഈ പണി നമ്മൾക്ക് വന്നത്. സാറിൻ്റെ പണിയാണെങ്കിലും ഇദ്ദേഹം നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള താല്പര്യം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് എങ്ങനെയാണെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തരും. വർക്കൊക്കെ അടിപൊളിയാണ്, സൂപ്പർ വർക്കാണ്. ഒരുപാട് വർക്കുകൾ നമ്മളെ സാറിൻ്റെ കീഴിൽ മൂപ്പർ ചെയ്യുന്നുണ്ട്. സ്ഥിരം ഫുള്ളായിട്ട് ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർക്ക് കണ്ടിട്ട് കോട്ടയത്ത് നിന്ന് ഒരു വർക്ക് വന്നിട്ടുണ്ട്. അവരോട് വന്ന് സൈറ്റ് കാണാൻ വന്ന് പോയി മിനിഞ്ഞാന്ന്. അപ്പോൾ അങ്ങനെ വർക്കൊക്കെ അടിപൊളിയാണ്. നമ്മൾ കണ്ട് ഇഷ്ടമായതിൻ്റെ പേരിലാണ് മൂപ്പർ ഏൽപ്പിച്ചിട്ടുള്ളത്. ചേട്ടാ ഹാപ്പി അല്ലേ? സൂപ്പർ. അപ്പോൾ കണ്ടല്ലോ, ഇത് ഞാൻ പറയിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞാണ്. ഇനി കോട്ടയത്തു നിന്നൊരു ടീം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് കാണാനായിട്ട്. സാധാരണ നമ്മൾ സിമെൻറ്റ് ഇല്ലാതെ അടിച്ച് പണിയാറ്, ഡ്രൈ പാക്കിങ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇനി ഞങ്ങൾ പണിയാൻ പോകുന്നത്, അത് ഞായറാഴ്ച ഇവിടുന്ന് ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും. തിങ്കളാഴ്ച മുതൽ പുതിയൊരു വർക്ക് ഉണ്ട്, 2000 സ്ക്വയർ ഫീറ്റിൻ്റെ. അപ്പോൾ ഇന്നത് ഇവിടെ തീരാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആ വർക്കുമായി കാണാം സുഹൃത്തുക്കളെ. അതുവരെ നമസ്കാരം. ഒരു വർക്കും കൂടെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർക്ക് ആരോ ചെയ്യുന്ന വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആളുടെ പേരും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇത്ര നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു നന്ദി പറയുന്നു ചേട്ടനെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നലെ രാത്രി